ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻസ് എങ്ങനെയുള്ള സൈറ്റുകളിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് 2 പാർട്സ് ആണുള്ളത്, സബ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്കുള്ള ബിൽഡിങ്ങിന്റെ പോർഷനാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്ന പോർഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ബീം വരുന്നുണ്ട്, കോളംസ് വരുന്നുണ്ട്, സ്ലാബ് വരുന്നുണ്ട്, റൂഫ് വരുന്നുണ്ട്. സബ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സർഫസിന് താഴോട്ടുള്ള പോർഷൻ, അതായത് ലോവർ പാർട്ട് ഓഫ് ദ ബിൽഡിങ്ങിനാണ് നമ്മൾ സബ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വരുന്നതാണ് ഫൂട്ടിംഗ്, ഫൗണ്ടേഷൻ എന്നിവയൊക്കെ. എ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് 2 parts, superstructure and substructure. Superstructure is the portion of a building which is constructed above the ground level. Substructure is the lower part of a building which is constructed below the ground level. അപ്പോൾ നമുക്ക് സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്, സബ് സ്ട്രക്ചറും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെയും അതുപോലെ നമുക്ക് ആൾക്കാരുടെയും എല്ലാത്തിനും ഈ ലോഡ് എങ്ങനെയാണ് ഈ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്ലാബിൽ നിന്ന് വരുന്ന ലോഡ് ബീമിലോട്ട് പോകുന്നു, ബീമിൽ നിന്ന് കോളത്തിലേക്ക് വരുന്നു, കോളത്തിൽ നിന്നാണ് കോളത്തിൽ നിന്ന് ഫൗണ്ടേഷൻ വഴി ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. അതായത് ഈ കോളത്തിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഒരു മീഡിയം ആക്ട് ചെയ്യുന്നുണ്ട്. ഈ മീഡിയമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എ ഫൗണ്ടേഷൻ ഈസ് എ ലോവർ പോർഷൻ ഓഫ് എ സ്ട്രക്ചർ ദാറ്റ് ട്രാൻസ്ഫർ ഇറ്റ്സ് ഗ്രാവിറ്റി ലോഡ്സ് ടു ദ എർത്ത്. അതായത് സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ഗ്രാവിറ്റി ലോഡ്സ് എല്ലാം നമ്മുടെ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയമാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ ഉണ്ട്, ഡീപ് ഫൗണ്ടേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഷാലോ ഫൗണ്ടേഷൻ. Shallow foundations are used when the soil has sufficient strength within a short depth below the ground level. അതായത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് ഡെപ്ത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോയിലിന്റെ സർഫസ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഷാലോ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷോർട്ട് ഡെപ്തിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം കറ്റയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർഫസ് ലഭിച്ചു. ഇവിടേക്ക് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഷാലോ ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഫൂട്ടിന്റെ ബോട്ടം പോർഷനിൽ നിന്ന് PCC കൊടുക്കും. ഈ PCC കൊടുക്കുന്നതിന്റെ ഫിഗറാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഷാലോ ഫൗണ്ടേഷൻസിനെ തന്നെ അഗെയിൻ ഫൂട്ടിങ്, റാഫ്റ്റ് എന്ന് നമ്മളിങ്ങനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ ഫൂട്ടിങ്ങിൽ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഉണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉണ്ട്. ഈ റാഫ്റ്റിന് കൺവെൻഷണൽ റാഫ്റ്റും ഉണ്ട്, വൈൻസി റാഫ്റ്റും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. Isolated footing. Isolated footings are adopted to support column load of a building. Then it is independent of each other without influence of other footings. അതായത് നമുക്ക് ഒരു സ്ലാബിൽ നിന്ന് ലോഡ് വരുന്നു, സ്ലാബിൽ നിന്ന് ബീമിലേക്ക് വരുന്നു, ബീമിൽ നിന്ന് കോളത്തിലേക്ക് വരുന്നു, ഈ കോളത്തിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഒരു സ്ട്രക്ചറിൽ തന്നെ പല കോളംസ് ഉണ്ടായിരിക്കും. ഈ കോളത്തിന് ഓരോന്നിനും തന്നെ ഫൂട്ടിങ്സും ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിങ്സും ഉണ്ടായിരിക്കും. ഈ ഫൂട്ടിങ് തമ്മിൽ യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. അതായത് ഈ കോളത്തിന്റെ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സിമ്പിൾ ഫൂട്ടിങ്, സ്ലോപ്ഡ് ഫൂട്ടിങ്, സ്റ്റെപ്ഡ് ഫൂട്ടിങ്. അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് പാറ്റേൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വൽ സൈറ്റിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ പിക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ കമ്പൈൻഡ് ഫൂട്ടിങ്. It has been designed to support 2 or more column loads. If 2 isolated footing overlap, we provide combined footing. അതായത് ഒന്നോ ഒന്നിൽ കൂടുതലോ കോളം ലോഡ്സ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കുന്നത്. അതായത് 2 കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, ഇവ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഈ കോളത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോഡിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കും. ഒരു ആക്ച്വൽ സൈറ്റിൽ കമ്പൈൻഡ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദെൻ സ്ട്രാപ്പ് ഫൂട്ടിങ്. When 2 isolated footings are combined by a beam, the connecting beam is designated as strap beam. അതായത്
രണ്ട് കോളം തമ്മിൽ ഒരു ബീം ഉപയോഗിച്ചിട്ട് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കണക്റ്റിംഗ് ബീം കൊടുത്തിരിക്കുന്നു. ഈ കണക്റ്റിംഗ് ബീമിനാണ് സ്ട്രാപ്പ് ബീം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫൗണ്ടേഷനാണ് ഫൂട്ടിംഗ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ആക്ച്വൽ സൈറ്റിൽ ഈ സ്ട്രാപ്പ് ഫൂട്ടിംഗ് കൊടുത്തിരിക്കുന്നതിന്റെ ഫിഗറാണ് നമുക്ക് കാണുന്നത്. അതായത് സ്ട്രാപ്പ് ബീം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ കോളം തമ്മിലുള്ള ലോഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ട്രാപ്പ് ബീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Then strip footing, support load bearing wall. The strip footings distribute the loads from the wall to a wider area. Accordingly, they are reinforced in the transverse direction mainly, while normal distribution steel is provided along the longitudinal direction. അതായത് ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബിയറിംഗ് വോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലോഡ് ബിയറിംഗ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC വോൾ ആകാം, മേസറി വോൾ ആകാം. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിറ്റ്യൂഡിനലി ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും. ഇതിന്റെ ആക്ച്വൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഫിഗറാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Then RAFT or mat foundation. These are special cases of combined footing where all the columns of buildings are having a common foundation. Normally it is adopted when the buildings with heavy loads or when the soil condition is poor. അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുഴുവൻ കോളംസിനും ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. ഈ കോളംസ് എല്ലാം ക്യാരി ചെയ്തിരിക്കുന്നത് ഒറ്റ ഫൗണ്ടേഷനിലായിരിക്കും. ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ നമ്മൾ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ കണ്ടീഷൻ, ഒരു സൈറ്റിലെ സോയിൽ കണ്ടീഷൻ വളരെ പൂർ ആയിരിക്കും. അതുപോലെ തന്നെ ലാർജ് ഹെവി ലോഡ്സ് ആയിരിക്കും ബിൽഡിങ്ങിന്റെ വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അൺഈക്വൽ സെറ്റിൽമെന്റും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ലോഡിന്റെ ട്രാൻസ്ഫറും നമുക്ക് സാധിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീപ് ഫൗണ്ടേഷൻ നോക്കാം. Deep foundation. Deep foundations are used for transferring the load to firm strata underlying deep below. Deep foundations include pile foundation, PIER foundation, caisson or weld foundation. Pile foundations include end-bearing pile, friction pile. Deep foundation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫേം സ്ട്രാറ്റയിലോട്ടാണ്. ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അതായത് കണ്ടം പ്രദേശം, അതുപോലെ ചതുപ്പ് നിലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയാണ് നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഡീപ് ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ കണ്ടവും ചതുപ്പ് നിലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിനെ ക്യാരി ചെയ്യുമോ, സ്റ്റേബിളായിട്ട് നിർത്തുമോ എന്നുള്ളതൊക്കെ. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്കത് പരിശോധിച്ച് നോക്കാം. ഒരു നെയിലും എടുക്കുക. ഈ നെയില് ഹാമർ ഉപയോഗിച്ചിട്ട് വുഡിൽ മാക്സിമം അടിച്ചു കയറ്റുക. അതായത് മാക്സിമം ഡെപ്ത് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ഡെപ്തിൽ നമ്മൾ ഇത് അടിച്ചു കയറ്റുക. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യാൻ നോക്കുക. വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് ഈ കൈ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, അടിച്ച് പറിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് വളരെ ഡെപ്തിൽ ഇത് പോയിരിക്കുകയാണ്. ദെൻ നമ്മളൊരു ഹാമർ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് വലിച്ചു പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ്റെ കേസിൽ എത്രത്തോളം ഡെപ്തിൽ പോകാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. Pile foundation. In pile foundation, RCC column cast inside or precast driven into the ground. Two main types used are end-bearing pile and friction pile. First, we consider end-bearing pile. They driven into the ground until hard bed is reached. അതായത് ഒരു ഹാർഡ് സ്ട്രേറ്റ ലഭിക്കുന്നിടം വരെ നമ്മൾ ഈ end-bearing piles നമ്മൾ ബോർ ചെയ്തുകൊണ്ടിരിക്കും. ഹാർഡ് ബെഡ് ലഭിച്ചതിന് ശേഷം നമ്മൾ ബോറിംഗ് അവസാനിപ്പിച്ച് റീൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ആക്ച്വൽ സൈറ്റിൽ ട്രൈപോഡ് ഉപയോഗിച്ച് നമ്മൾ ബോർ ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ബ്ലേഡ്സ് ആണ്, സ്പൈറൽ ബ്ലേഡ്സ് ആണ്. ഈ ബോറിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന സ്പൈറൽ ബ്ലേഡ്സ് ആണ്. ഈ സ്പൈറൽ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ബോറിംഗ് നടത്തുന്നത്. ഈ റൊട്ടേഷൻ മാനുവലി ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ മെഷീനറി ഉപയോഗിച്ചിട്ടും ഈ റൊട്ടേഷൻ നടത്തുന്നുണ്ട്. ആഫ്റ്റർ കാസ്റ്റിംഗ്, അതിനുശേഷം നമ്മൾ ബോറിങ്ങിന് ശേഷം നമ്മൾ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്ത ശേഷം കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ കാസ്റ്റിംഗ് ഉള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. പൈൽ ചിപ്പ് ചെയ്യുന്നതാണ്. ഈ പൈൽ ചിപ്പ് ചെയ്ത് പൈൽ ക്യാപ്പ് നമ്മൾ ദെൻ കാസ്റ്റ് ചെയ്യുന്നു.
അതിൻ്റെ മുകളിൽ ബെൻഡ് ബീം കാസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊസീജിയർ പോകുന്നത്. ദെൻ നമുക്ക് ഫ്രിക്ഷൻ പൈൽ എന്താണെന്ന് നോക്കാം. This type of pile uses the frictional resistance of force between the pile surface and adjacent soil to transfer the superstructure load. The pile transmits the load to the surrounding soil by friction between the surface of the pile and soil. അതായത് ഈ ഫ്രിക്ഷൻ പൈലിനകത്ത് നമ്മൾ ടോട്ടൽ പൈല് ഫ്രിക്ഷൻ ഉപയോഗിച്ച് ഈ ഫോഴ്സ് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, സറൗണ്ടിങ് സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫ്രിക്ഷൻ മുഖാന്തരം സറൗണ്ടിങ് സോയിലിലേക്ക് നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഫ്രിക്ഷൻ പൈലിൽ ചെയ്യുന്നത്. Then PIER foundation. A PIER foundation is a collection of large diameter cylindrical columns. It supports the superstructure and transfer large superimposed loads to the firm strata below. അതായത് പിയർ ഫൗണ്ടേഷനിൽ ലാർജ് സിലിണ്ടറിക്കൽ കോളംസ് ഉണ്ടായിരിക്കും. അതായത് സ്ട്രക്ചറിൽ നിന്ന് ലാർജ് ലോഡ്, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് നമ്മുടെ ഫേം സ്ട്രാറ്റയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് ബ്രിഡ്ജിനും ഹെവി ബിൽഡിങ്സിൻ്റെ കേസിലാണ് നമ്മൾ പിയർ ഫൗണ്ടേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. Then caissons or well foundation. Wells or caissons are large diameter foundations adopted in an underwater situation such as bridge foundation in rivers. Caissons can have a width ranging from 10 to 30 meters and can be founded at depths of 40 meters or more. അതായത് ലാർജ് ഡയമീറ്റർ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ കേസൻസ് ഓർ വെൽ ഫൗണ്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മളൊരു പൈൽ ഫൗണ്ടേഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് മോർ ദാൻ 2 എന്ന് നമുക്ക് പറയുന്നത് വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ കേസൻസ് ഓർ വെൽ ഫൗണ്ടേഷനിലൊക്കെ 10 to 30 meters വരെയൊക്കെ നമ്മുടെ ഡയമീറ്റർ പോകും. അതുപോലെ തന്നെ ഡെപ്ത് എന്ന് പറയുന്നത് 40 meter വരെയൊക്കെ പോകും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് ഫൗണ്ടേഷൻ, ബ്രിഡ്ജൊക്കെ അതായത് റിവറിലുള്ള ബ്രിഡ്ജിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേസൻസ് ഓർ വെൽ ഫൗണ്ടേഷൻസ് ഒക്കെ ഉപയോഗിക്കും. ഫൗണ്ടേഷൻ ടൈപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫൂട്ടിംഗ് ഡിസൈന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.